ലക്ഷക്കണക്കിന് കശുവണ്ടികൾ തീയിൽ ചുട്ടെടുക്കുന്ന ഒരു കേരള സർക്കാരിന്റെ ഒരു വലിയൊരു ഫാക്ടറിയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ പ്രോസസ്സാണ്. ഈ ഒരു ഫാക്ടറിയിലെ പാക്കിംഗ് സിസ്റ്റത്തിലും വ്യത്യസ്തതയുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കശുവണ്ടി തല്ലിയിട്ടാണ് പരിപ്പ് പുറത്തേക്ക് എടുക്കുന്നത്, മറ്റൊരു ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ട്. ഇവിടെയൊക്കെ നൂറുകണക്കിന് ആളുകളാണ്. ROVER വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. കേരള സർക്കാരിന്റെ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 6ാമത്തെ ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതേപോലുള്ള 30ഓളം ഫാക്ടറികൾ ഇന്ന് കേരള സർക്കാരിന്റെ അണ്ടറിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി പ്രോസസ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സർക്കാരിന്റെ ഫാക്ടറിയിൽ കാഷ്യൂ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു കാഴ്ച. നേരെ കമ്പനിക്കകത്തേക്ക്. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിൽ കശുവണ്ടി വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിൽ സ്ഥിതി ചെയ്യുന്ന കാഷ്യൂ ഹൗസാണ് ഇതിന്റെ ആസ്ഥാനം. 1969 ജൂലൈ സ്ഥാപിതമായെങ്കിലും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ 1971 മുതലാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത്. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിൽ 30 ഫാക്ടറികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 24 എണ്ണവും കൊല്ലം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. വർഷത്തിൽ 30,000 മെട്രിക് ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇന്ന് കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ 15,000-ന് മുകളിലായിട്ട് തൊഴിലാളികൾ ഇന്ന് കമ്പനിയിൽ പ്രവർത്തിക്കുന്നു. ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ഇന്ന് 250 കോടിയുടെ ടേൺ ഓവർ ആണ് ഇന്ന് കമ്പനിക്കുള്ളത്. കാഷ്യൂ കോർപ്പറേഷനിലേക്ക് കശുവണ്ടി കൂടുതലും വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. മൊസാംബിക്, ഐവറി കോസ്റ്റ്, ഗാന പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. കൂടാതെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിൽ നിന്നും ഈ ഒരു കമ്പനിയിലേക്ക് കശുവണ്ടി കളക്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയിലേക്ക് വരുന്ന കശുവണ്ടി ഗോഡൌണിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതിനുശേഷം ആദ്യം തന്നെ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിനെ വറുത്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രം റോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ ഈ ഒരു കശുവണ്ടി ചുട്ട് തിന്നിട്ടുണ്ട് അല്ലേ, തീയിൽ കൂട്ടിയിട്ടിട്ട് ചുട്ട് തിന്നിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ ഒരു സിസ്റ്റം തന്നെയാണ് കാഷ്യൂ കോർപ്പറേഷൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബാഗിൽ 80 കിലോഗ്രാം വരുന്ന കശുവണ്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ബാഗ് കട്ട് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന പൈപ്പിൽ കൂടി താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴേക്ക് കൊടുക്കും, വളരെ ചെറിയൊരു പൈപ്പിൽ കൂടിയാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ ചെറിയ രീതിയിൽ പോകാനും പാടുള്ളൂ. കൂടുതൽ ഒന്നിച്ചുള്ള ക്വാണ്ടിറ്റി ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ വറുത്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ പൈപ്പിൽ കൂടി ചെറിയ രീതിയിൽ തന്നെ ഈ ഒരു കശുവണ്ടി താഴേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ താഴേക്ക് വരുന്ന ഈ കശുവണ്ടി നിങ്ങൾ ഈ കാണുന്ന ഡ്രമ്മിലേക്കാണ് വരുന്നത്. ഡ്രമ്മിന്റെ കൂടെ തന്നെ നന്നായിട്ട് ഇത് തീയും ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രമ്മിൽ കൂടി ഈ കശുവണ്ടി കടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ചൂടാണ് ഈ ഒരു കശുവണ്ടിയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ചൂട് കിട്ടുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഇത് വറുത്തിട്ട് ഓരോ കശുവണ്ടിയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കശുവണ്ടി വറുത്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ തന്നെ ഒരു എണ്ണ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാഷ്യൂ ഷെൽ ലിക്വിഡ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ല, അതിന്റെ പുറത്തൊരു ചെറിയൊരു കറ പോലെ ഒരു എണ്ണ നമ്മൾ കാണുന്നില്ലേ, അതേപോലുള്ള ഇത് വലിയ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എണ്ണ ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വരുന്ന ഈ ഒരു എണ്ണ ഇവിടുന്ന് പുറത്തേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള പല കമ്പനികളും ഇവിടുന്ന് ഇത് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് പല പ്രോഡക്റ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി വറുത്തെടുത്തതിന് ശേഷം തൊഴിലാളികൾക്ക് തല്ലാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 വിധത്തിലാണ് ഇവിടുന്ന് കശുവണ്ടി പൊട്ടിച്ചെടുക്കുന്നത്. ഒരു ഷെല്ലിങ്ങും പ്ലസ് കട്ടിങ്ങും ആണ് വരുന്നത്. ഈ ഷെല്ലിംഗ് എന്ന് പറയുന്നത് ഒത്തിരി സ്ത്രീകൾ നമ്മൾ പഴയ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തല്ലിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് എടുക്കുന്നത്. അതേപോലെ തന്നെ കട്ടിങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മെഷീൻ വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. 2 വിധത്തിലും ഈ ഒരു ഫാക്ടറിയിലുള്ള ഒരു ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. അതും നിങ്ങൾ ഈ കാണുന്നത് പോലെ വലിയ രീതിയിൽ തന്നെയാണ്. ഒത്തിരി സ്ത്രീകൾ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ കട്ടിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി പേര് നിന്നുകൊണ്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് വളരെ സ്പീഡിൽ തന്നെയാണ് ഇത് ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് ഉള്ളിലുള്ള പരിപ്പ് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്തു, മറ്റൊരാൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഉള്ള ഒരു പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഈ പരിപ്പ് ഒരു ഡ്രയറിലേക്കാണ് മാറ്റുന്നത്. ഇതിലൊരു മോയ്സ്ചർ ഉണ്ട്. മോയ്സ്ചറും അതേപോലെ തന്നെ ഒരു സ്റ്റെയിൻ, ഒരു കറയും ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മൾ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാക്കും അതേപോലെ ചുണ്ടൊക്കെ പൊള്ളിപ്പോകുന്നൊരു അവസ്ഥ വരും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് മോയ്സ്ചറൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള ഒരു പരിപ്പായി മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഡ്രയറിലേക്ക് മാറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ട്രേയിലേക്ക് കൊടുക്കുന്നു. ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം 1000 കിലോഗ്രാമാണ് ഒരേ സമയം നമുക്ക് ഈ ഒരു ഡ്രയറിൽ ഈ ഒരു പരിപ്പിനൊക്കെ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതും 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 90 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൊടുത്ത് ഇതിന് പരിപ്പിനൊക്കെ ചൂടാക്കി ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം
ഒരു ദിവസം ഇതിനെ കൂളിങ്ങിലേക്ക് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ഈ ഒരു പരിപ്പിന്റെ പുറത്തുള്ള തൊലി കളയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇതിനെ മാറ്റുന്നത്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി പേര് ഒരേ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഈ മോയ്സ്ചർ കണ്ടന്റ് ഇതിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പരിപ്പിന്റെ പുറത്തുള്ള തൊലി കളയാൻ ഈ തൊഴിലാളികൾക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഈ തൊലി കളഞ്ഞ് പുറത്തേക്ക് വരുന്നത് വൈറ്റ് ഹോൾസ്, ഡാർക്ക് ഹോൾസ്, മുനയൊക്കെ ചെറിയ രീതിയിൽ കരിഞ്ഞു പോയതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേറെ വേറെ ആയിട്ട് ഗ്രേഡിങ് തരം തിരിച്ച് മാറ്റി വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് മാറുകയാണ്. ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഇനി ഇതൊരു പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റാൻ പോവാണ്. പാക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് ഓരോ ഗ്രേഡ് ഉണ്ട്. ജംബോ 150, 180, 210, 240, 320, 450, 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഗ്രേഡ് വരുന്നുണ്ട്. ഈ ഗ്രേഡ് തീരുമാനിക്കുന്നത് ഒരു പൗണ്ടിൽ എത്ര പരിപ്പ് വരുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ജംബോ 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് 150 പരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നല്ല വലിപ്പമുള്ള പരിപ്പാണ് അത് വരുന്നത്. അതേപോലെ തന്നെ 180 എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ടിൽ 180 പീസ് പരിപ്പ് ഉണ്ടാവും. ഇങ്ങനെയാണ് എത്ര എണ്ണം കൂടുന്നു അതിനനുസരിച്ചിട്ട് പരിപ്പിന്റെ വലിപ്പം കുറവായിരിക്കും, അതിന്റെ ക്വാളിറ്റിക്കും വ്യത്യാസം ഉണ്ടാവും. ഇതിനനുസരിച്ചിട്ടാണ് ഓരോന്നും തരംതിരിച്ച് മാറ്റി മാറ്റി വെക്കുന്നത്. ഈ ഒരു ഫാക്ടറിയിൽ വരുന്ന പാക്കിംഗ് സിസ്റ്റം വലിയ രീതിയിലും ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലും ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനിക്കും എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫാക്ടറിയിലുള്ള പാക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനുവേണ്ടി ഈ പരിപ്പ് ഈ കാണുന്ന വൈബ്രേറ്റർ മെഷീനിലേക്കാണ് കൊടുക്കുന്നത്. ഈ വൈബ്രേറ്റിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു മെഷീന് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ അടങ്ങിയിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ ആ പൊടി മാറ്റുക. അതേപോലെ തന്നെ പൊട്ടിയ പീസുകൾ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈബ്രേറ്റിംഗ് മെഷീനിലേക്ക് കൊടുക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന കൺവെയർ വഴി മുന്നോട്ടേക്ക് ഈ പരിപ്പ് പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തായിട്ട് രണ്ടുപേരും നിന്നിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള പൊട്ടിയ പീസുകളോ അതേപോലെ തന്നെ കരിഞ്ഞ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിനിടയിലായിട്ട് ഒരു മെറ്റൽ ഡിറ്റക്ടർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും അബദ്ധവശാൽ എങ്ങനെയെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും ഒരു മെറ്റൽ ഇതിലേക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഡിറ്റക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനുശേഷം ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു മൈക്രോ സ്കാൻ മെറ്റൽ ഡിറ്റക്ടർ വരുന്നുണ്ട്. ഇത് അതിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മുടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള ഇംപ്യൂരിറ്റീസും ഈ ഒരു പരിപ്പിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം ശ്രദ്ധ ഈ ഒരു ഫാക്ടറി ഈ ഒരു പാക്കിംഗ് സെക്ഷനിൽ പോലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ കാണുന്ന വൈബ്രേറ്റർ ഫീഡറിലേക്കാണ് പോകുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഒരു കൺവെയർ കാണുന്നില്ല. ഈ കൺവെയർ വഴി പിന്നെ ഇത് ചെല്ലുന്നത് ഒരു സൈലോയിലേക്കാണ്. ഇവിടെ ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നെ ഇത് പാക്കിങ്ങിലേക്കാണ് മാറുന്നത്. ഈ പാക്കിങ്ങിലേക്ക് മാറ്റുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 11 കിലോ 340 ഗ്രാമും 22 കിലോ 680 ഗ്രാമിനും രണ്ട് രീതിയിലാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഒരു കമ്പനി പറയാണ് 10 കിലോയുടെ ഒരു ബാഗ് വേണം, അല്ലെങ്കിൽ 20 കിലോയുടെ ഒരു പരിപ്പിന്റെ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കാനും ഈ ഒരു ഫാക്ടറി റെഡിയാണ്. ഇത് കൂടാതെ ടിൻ പാക്കിങ്ങും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലോന്ന് എത്രയാണോ ഈ ഒരു മെഷീനിലേക്ക് KG സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പരിപ്പ് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ അതും വളരെ കൃത്യമായിട്ടുള്ള അളവായിരിക്കും. എത്ര ഗ്രാമാണോ സെറ്റ് ആ ഗ്രാം പോലും വളരെ കൃത്യമായിട്ടാണ് ഈ പരിപ്പ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിലായിട്ടൊരു ബാഗ് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫുഡ് ഗ്രേഡ് ബാഗാണ് വരുന്നത്. ഈ ബാഗിലേക്ക് മാറ്റിയതിനു ശേഷം നന്നായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പിനൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു വെയിങ് മെഷീനിലേക്ക് വെക്കും. ഇവിടെ ഈ വെയിങ് മെഷീനിൽ വെച്ചിട്ടും കൃത്യത ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇത് അടുത്തൊരു വെർട്ടിക്കൽ വാക്വം മെഷീനിലേക്കാണ് മാറ്റുന്നത്. എടുത്തു പറയേണ്ട ഒരു മെഷീൻ തന്നെയാണ് ഈ വെർട്ടിക്കൽ വാക്വം മെഷീൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് കൊടുത്ത് വാക്വം കൊടുത്തിട്ടാണ് ഈ ഒരു പാക്കിംഗ് സിസ്റ്റം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഈ ഒരു പരിപ്പുകൾ കേടാവില്ല, അതേപോലെ സോഫ്റ്റ് ആവില്ല. പ്രാണികളൊന്നും ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഈ ഒരു പരിപ്പ് വേസ്റ്റ് ആയി പോവില്ല, കേടായി പോവില്ല. അത്രമാത്രം ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ വാക്വം മെഷീൻ വെച്ചിട്ട് തന്നെ ഇതിന്റെ പാക്കിംഗ് സിസ്റ്റം ഈ ഫാക്ടറിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇതൊരു ബോക്സിലേക്കാണ് പിന്നെ മാറ്റുന്നത്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു ചെറിയ രീതിയിലും ഇവിടെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് എത്രയാണ്, 100 ഗ്രാമാണോ 250 ഗ്രാമാണോ 300 ഗ്രാമാണോ 500 ഗ്രാമാണോ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള പാക്കിങ്ങോ മറ്റൊരു ഭാഗത്തായിട്ട് ഈ ഒരു കമ്പനിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയാണ് കേരള സ്റ്റേറ്റ് കാഷ്യൂ കോർപ്പറേഷന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? ഈ ഒരു ഫാക്ടറിയിൽ നടക്കുന്ന കാഴ്ച A to Z നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ? കശുവണ്ടി വന്നത് മുതൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് മുതൽ ലാസ്റ്റ് ആ പാക്കിംഗ് സെക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു.
അത് പല രീതിയിലുള്ള ഗ്രേഡായിട്ട് തിരിക്കുക, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാഷ്യൂ കോർപ്പറേഷന്റെ പ്രോഡക്റ്റുകൾ ഇന്ന് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഒത്തിരി ഔട്ട്ലെറ്റുകൾ തന്നെ കേരള കോർപ്പറേഷന് വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.